മനോഹരമായ പ്രണയഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ കൂടെ ഞാൻ വായിച്ചൊരു സർവേയുടെ റിസൾട്ട് കേട്ടോ, റിപ്പോർട്ട്. അതിൽ പങ്കെടുത്ത പുരുഷന്മാരിൽ 1/10 ഓഫ് ദം അവർ കരുതുന്നത് അവരുടെ നെയ്ബർ അട്രാക്റ്റീവ് ആണെന്നാണ്. അതായത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ, പെൺകൊച്ചിനെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ നോക്കാറുണ്ട്, അവർ അട്രാക്റ്റീവ് ആണെന്ന് നമുക്ക് തോന്നാറുണ്ടെന്ന്. ഇത് നമുക്ക് ഭാര്യ അല്ലെങ്കിൽ നമുക്കൊരു ഗേൾ ഫ്രണ്ടൊക്കെ ഉള്ളപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളായത്. അത് ഞാൻ ആലോചിച്ചു കേട്ടോ, എന്തുകൊണ്ടായിരിക്കും എന്ന്. പിന്നെ മനസ്സിലായ, എല്ലാ ദിവസവും കാണുമല്ലേ, എല്ലാ ദിവസവും കാണുന്നു, പിന്നെ സംസാരിക്കുന്നു, പിന്നെ അവരെ നമ്മൾ അടുത്തറിയാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ വരുന്നു എന്നും കാണുന്നതുകൊണ്ട് തന്നെ. അപ്പം നമുക്ക് അവരോട് അറിയാത്തൊരു അടുപ്പം, ഒരു അട്രാക്ഷൻ തോന്നാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭംഗിയുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ നോക്കുന്നത് ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുന്നു. പെൺകുട്ടികൾ ചിരിക്കുന്നുണ്ട്, ആൺകുട്ടികൾ എന്നോട് ഓഹോ ഞങ്ങളെല്ലാം അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് കേൾക്കാം, പക്ഷെ അങ്ങനെ മാത്രം കേട്ടിട്ട് കാര്യമുണ്ടോ? ഇങ്ങോട്ട് മെസ്സേജ് അയച്ചോളൂ, നമ്പർ 567678 ഫോമാറ്റ് ക്ലബ് FM സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇതെല്ലാം ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് FM-ൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വൈഫ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്, അവരെ കണ്ടു കഴിയുമ്പോൾ എന്തോ ഒരു ഇഷ്ടം, എന്തോ ഒരു അടുപ്പം തോന്നുന്നു. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഇത് പറഞ്ഞത് ഒരു സർവേയാണ്. ആ സർവേയിൽ പങ്കെടുത്ത പുരുഷന്മാർ പറഞ്ഞ ഉത്തരങ്ങളിൽ ഒന്നാണ്, അതായത് അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഗേൾ ഫ്രണ്ടോ വൈഫോ അവരെ കാണുമ്പോൾ അവർക്ക് അട്രാക്ഷൻ തോന്നുന്നു. അത് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ശരിയാണ്, ഈ ഗേൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ വൈഫ്സൊക്കെ വളരെ ഫൺ ലവിങ് ഒക്കെ ആയിരിക്കുകയും അവരോട് നമുക്ക് ഒരുപാട് ഇടപെടാൻ സാഹചര്യങ്ങൾ കിട്ടുകയും പിന്നെ നമ്മുടെ കൂടെ ഒരാളുടെ കുറ്റങ്ങളാണല്ലോ നമ്മൾ കൂടുതലും കാണുക. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും. പിന്നെ അല്ലെങ്കിൽ തന്നെ ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുമ്പോൾ ഒരുമിച്ച് പുറത്തു പോകും. നമ്മൾ സിംഗിൾ ആണെങ്കിലും അവരോട് അട്രാക്ഷൻ തോന്നാം. ഈ ഒരുമിച്ച് പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ അറിയാതെ നമുക്ക് തോന്നും ഇവളൊരു നല്ല പെണ്ണാണല്ലോ. പിന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ നമുക്കറിയാമല്ലോ, അവന് കുറേ കുറ്റങ്ങളൊക്കെ കാണും. ഇതൊക്കെ ഉണ്ടായിട്ട് ഇത്രയും നല്ലൊരു പെണ്ണിനെ അവന് കിട്ടിയോ? ഈ ചിന്തകളിൽ നിന്നൊക്കെ ആയി കൂടെ ഇങ്ങനെ ഒരു സംശയം അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ഒക്കെ ഉണ്ടാവുക എന്ന് ഞാൻ ആലോചിച്ചു. ശരിയാണ്, ഇത്തരം ചിന്തകളിൽ നിന്നായിരിക്കാം ഇതൊക്കെ വരുന്നതെന്നാണ് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നോട് പറയണം അതിൻ്റെ ഉത്തരം. എന്നാൽ 567678 അയച്ചോളൂ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് FM-ൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Men fancy women outside their relationship. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സ് കൂടെ റീനു. കൂടെയുള്ള ആ പെണ്ണിനേക്കാളും അല്ലെങ്കിൽ അങ്ങനെ ഒരു പെണ്ണുണ്ടായിരിക്കുമ്പോൾ കൂടി പുരുഷന്മാർക്ക് ആ റിലേഷൻഷിപ്പിന് പുറത്തുള്ള പെൺകുട്ടികളോട് താല്പര്യം കൂടും, അവരെ ഫാൻസി ചെയ്യും, അവരോട് അട്രാക്ഷൻ തോന്നുന്നു. ഇതിനൊരു സർവേയുടെ ആവശ്യമുണ്ടോ റീണു എന്ന് ചോദിക്കുന്നവരുണ്ട്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഞാനിതൊരു സർവേയുടെ റിപ്പോർട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൂടെയുള്ള പെൺകുട്ടിയല്ല പുറത്തുള്ളവരോടാണ് കൂടുതൽ അട്രാക്ഷനൊക്കെ തോന്നുന്നത്. അല്ല, എന്താ അങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ കൂടെയുള്ള ആളുടെ കുറ്റങ്ങളാണല്ലോ കൂടുതലും കണ്ടുപിടിക്കുക. എത്ര പ്രണയമുണ്ടെന്ന് പറഞ്ഞാലും അയാൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടില്ല, അയാളുടെ കുറ്റങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചില കുറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തിരിച്ചൊന്നും റിയാക്ട് ചെയ്യാൻ ധൈര്യം ഉണ്ടാവില്ല, ഇട്ടിട്ട് പോയാലോന്നൊക്കെ ഓർത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറെയുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഷോ അവളെന്ത് നല്ലതോ, എനിക്ക് അവളെ കിട്ടിയില്ലല്ലോ, ഇത്ര ചിന്തകളൊക്കെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. ഞാനീ പറഞ്ഞത് നിങ്ങൾ ആൺകുട്ടികൾക്ക് എതിർക്കാൻ പറ്റുമോ? പെൺകുട്ടികൾക്ക് തോന്നുന്നുണ്ടോ ഇതിലൊരു പോയിന്റും ഇല്ല, റീനു വെറുതെ പറയുകയാണെന്നൊക്കെ? അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടെ മെസ്സേജ് ചെയ്യണം 567678 ഫോമാറ്റ് ക്ലബ് FM സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് FM-ൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. എല്ലാ ദിവസവും കാണുന്ന പെൺകുട്ടിയോട് പ്രണയം തോന്നും. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ കൂടെ റീനു. പിന്നെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനായിട്ട് ഏതെങ്കിലും ഒരു സർവേയുടെ റിപ്പോർട്ട് എടുക്കുകയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡെയിലി ലൈഫിൽ നിന്ന്, നമ്മുടെ എക്സ്പീരിയൻസസിൽ നിന്ന് ഇത് സത്യമാണെന്ന് മനസ്സിലാവും. പലപ്പോഴും പ്രണയം സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, പലപ്പോഴും എപ്പോഴും ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാണുക, കണ്ട് ഇഷ്ടപ്പെടുക, അവരുടെ പ്രവൃത്തികൾ, അവരുടെ രീതികൾ, അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അവരുമായിട്ട് പ്രണയത്തിലാവുക. ഇപ്പോൾ ആൺകുട്ടികൾ തന്നെയല്ല, പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാണ്. ഈ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ആൺകുട്ടികൾക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഇഷ്ടം തോന്നുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നു, പെൺകുട്ടികൾക്കും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഇഷ്ടം തോന്നും എന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും എന്നെ അവൾ നോക്കുന്നുണ്ട്, അപ്പോൾ അവൾക്ക് എന്നോട് പ്രണയമായിരിക്കും എന്ന് മനസ്സിലൊന്നും ഇങ്ങനെ കുക്ക് ചെയ്ത് ബോയിൽ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. എന്നും കാണുമ്പോൾ അടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്നും കാണുന്ന ആളുകളുടെ അടുത്ത് മാന്യമായിട്ടൊക്കെ പെരുമാറുക. നമ്മുടെ എല്ലാ ദുസ്വഭാവങ്ങളും അവിടെ കൊണ്ട് ചാടിക്കണ്ട, ചിലപ്പോൾ ഒരിഷ്ടം വരത്തില്ല കേട്ടോ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് സീനിയർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഐ ലവ് യു സോ മച്ച് വിനോദ്. പിന്നെ ദയ പറഞ്ഞിരിക്കുന്നു ഐ ലവ് യു വിശാൽ. ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. നമ്പർ 567678
ഫോമാറ്റ് ക്ലബ് FM സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് FM മാത്രം ടൺ കണക്കിന് റൊമാൻസ്.